ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റി, ഒരുപാട് വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ NIRF റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പൊസിഷനിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. പ്യുവർ സയൻസ് പഠിക്കുന്നതിന് ഇന്ത്യയിലെ എല്ലാ കുട്ടികളും സ്വപ്നം കാണുന്ന മികച്ച ഒരു കോളേജാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഒരേ ഒരു ക്യാമ്പസ് മാത്രമേ ഉള്ളൂ. സോ IISc ബാംഗ്ലൂരിലേക്കുള്ള അഡ്മിഷൻസിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ +2 കഴിയുന്ന സ്റ്റുഡൻസിന് റെലവെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ റിസർച്ച് പ്രോഗ്രാംസ് ലൈക്ക് ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ ആപ്ലിക്കൻസ് ഫോർ അഡ്മിഷൻ ടു നമ്പർ 1 റിസർച്ച് പ്രോഗ്രാംസ്, നമ്പർ 2 എക്സ്റ്റേണൽ രജിസ്ട്രേഷൻ പ്രോഗ്രാം, PhD MTech പോലത്തെ കാര്യങ്ങളാണ്. കോഴ്സ് പ്രോഗ്രാംസ് ഇൻ എഞ്ചിനീയറിംഗ്, അതും MTech ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ 4 കോഴ്സ് പ്രോഗ്രാം ഇൻ സയൻസ്, MSc ലൈഫ് സയൻസ്, അതും പോസ്റ്റ് ഗ്രാജുവേഷൻ PG കോഴ്സുകളാണ്. നമ്പർ 5 ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാംസ്. നമ്പർ 6 ഇതാണ് നമുക്ക് റെലവെൻ്റ് ആയിട്ടുള്ളത്, BTech ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. നമ്പർ 1 അത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ്, അതായത് +2 കഴിഞ്ഞുള്ള സ്റ്റുഡൻസിനാണ്. ആൻഡ് 7th one 4-year BS റിസർച്ച്, BS പ്രോഗ്രാം അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് സയൻസ് പ്രോഗ്രാമിന്റെ റിസർച്ച് പ്രോഗ്രാം 4 വർഷത്തെ കോഴ്സ്. ഇത് 2 കോഴ്സുകളാണ് +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് IISc ബാംഗ്ലൂർ ഓഫർ ചെയ്യുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്പർ 6 BTech പ്രോഗ്രാം ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ്. അതായത് നമ്മളിപ്പോൾ AI കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. AI ബിഹൈൻഡ് വർക്ക് ചെയ്യുന്നതൊക്കെ പ്യുവർ ലീനിയർ ആൾജിബ്ര പോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള മാത്തമാറ്റിക്കൽ കോഡുകളാണ്. സോ മാത്തമാറ്റിക്സ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗിൽ BTech പ്രോഗ്രാം, അതിൻ്റെ എലിജിബിലിറ്റി, ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് അപ്പിയർഡ് ഫോർ ക്ലാസ് 12 ഇക്വലന്റ് എക്സാമിനേഷൻ ദ ഫസ്റ്റ് ടൈം ഇൻ 2023, 24, 25. അതിൻ്റെ മുന്നേ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ആപ്ലിക്കബിൾ അല്ല. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആർ കമ്പൽസറി സബ്ജക്ട് in the first appearance. In addition, they must satisfy at least one of the following: must have passed and secured 75% aggregate marks in class 12 and board examination. The aggregate SC students 65% മതി. must be within the category, അതായത് ഏതെങ്കിലും ഒന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 75% മാർക്ക് വേണം, അതല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിൽ ടോപ്പ് 20% മുകളിൽ വരും. ആ പെർസെൻറ്റൈൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അഗ്രിഗേറ്റ് കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഒരു ലാംഗ്വേജ്, അത് കൂടാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, 5 സബ്ജക്റ്റുകളുടെ മാർക്ക്, ഒരു ലാംഗ്വേജ് അടക്കം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അടക്കം 5 സബ്ജക്റ്റുകളുടെ മാർക്ക് നോക്കിയിട്ടാണ് എടുക്കുക. നൗ സെലക്ഷൻ പ്രൊസീജിയർ, അവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ JEE അഡ്വാൻസ് 2025 റാങ്ക്സ്. സോ IISc ബാംഗ്ലൂർ JEE അഡ്വാൻസിന്റെ ബേസിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഏത് BTech കോഴ്സാണ്, കമ്പ്യൂട്ടിംഗ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് കോഴ്സിലേക്കുള്ള JEE അഡ്വാൻസിനെ ബേസ് ചെയ്തിട്ടാണ്. JEE അഡ്വാൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ JEE മെയിൻസ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവണം. JEE മെയിൻ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. അത് ക്വാളിഫൈ ചെയ്യാത്തവരോ അല്ലെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സെഷൻ 2 അപ്ലൈ ചെയ്യുക. നൗ 4-year ബാച്ചുലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാം, അതിലേക്കുള്ള എലിജിബിലിറ്റി നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ +2 കംപ്ലീറ്റ് ചെയ്യുകയും 23, 24 or 25 expecting to complete their +2 in 2025. So 23, 24, 25 ഈ 3 വർഷങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആർ മെയിൻ സബ്ജക്ട്. അതർ സബ്ജക്റ്റുകളുടെ കൂടെ 60% ഓർ ഇക്വലന്റ് ഗ്രേഡ് ഉണ്ടായിരിക്കണം. നൗ സെലക്ഷൻ പ്രൊസീജിയറിൽ BS പ്രോഗ്രാമിലേക്ക് 2 ക്രൈറ്റീരിയകളുണ്ട്. സെലക്ഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ദ മെറിറ്റ് ലിസ്റ്റ് ഓഫ് വൺ ഓഫ് ദ ഫോളോയിങ് നാഷണൽ എക്സാമിനേഷൻ. ഒന്ന് നേരത്തെ പറഞ്ഞ JEE അഡ്വാൻസ് 2025 തന്നെയാണ്. മറ്റൊന്ന് ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഐസറുകളിലേക്ക് നടക്കുന്ന അഡ്മിഷൻ ടെസ്റ്റ് ആണ് ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സോ നിങ്ങൾ IISc ബാംഗ്ലൂരിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമുകൾ ഫസ്റ്റ് ഓഫ് ഓൾ JEE അഡ്വാൻസ് എഴുതണമെങ്കിൽ JEE മെയിൻസ്, JEE അഡ്വാൻസ് അല്ലെങ്കിൽ ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ 2 എക്സാമുകളുടെ ബേസ് ചെയ്തിട്ടാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ എക്സാമുകൾ എഴുതിയാൽ മാത്രം പോരാ, IISc ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റ് പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് ഈ റാങ്ക് ലിസ്റ്റുകൾ വരുന്ന സമയത്ത് അതിൻ്റെ സ്കോർ കാർഡ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ. ഒരേ ഒരു ക്യാമ്പസ് ആയതുകൊണ്ട് ഇന്ത്യ ഒട്ടാകെ വളരെ കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒരു സെലക്ഷൻ എക്സാം നടത്തുക എന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 2 എൻട്രൻസ് എക്സാമുകൾ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിൽ വരുന്ന 2 എൻട്രൻസ് എക്സാമുകളായ JEE അഡ്വാൻസും അതേപോലെ തന്നെ ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും IISc ബാംഗ്ലൂർ ചൂസ് ചെയ്യാനുള്ള കാരണം, അപ്പോൾ പ്യുവർ സയൻസ് താല്പര്യപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും മികച്ച കോളേജ് ഇന്ത്യയിലത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ആണ്. സോ താല്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് JEE മെയിൻസിനുള്ള ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ആപ്ലിക്കേഷനും കൊടുക്കുക. അതോടൊപ്പം തന്നെ IISc ബാംഗ്ലൂരിൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.